ലേണേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേനാ മേധാവിയായി നിയമിതനായത് ഉപേന്ദ്ര ദ്വിവേദി. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേനാ മേധാവിയായി നിയമിതനായത് ഉപേന്ദ്ര ദ്വിവേദി. ഇത്രകാലം ആരായിരുന്നു? ഇതിനു മുമ്പ് 2023 ആരായിരുന്നു? മനോജ് പാണ്ഡെ ആയിരുന്നു അല്ലേ? ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് പാണ്ഡെ ആയിരുന്നു. ഇപ്പോഴതാരാണ്? ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ കരസേനാ മേധാവിയായി നിയമിതനായത് ഉപേന്ദ്ര ദ്വിവേദി. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധന. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗ്വാളിയാർ, മധ്യപ്രദേശിലെ ഗ്വാളിയാർ ആണ്. എന്ത് കേസായിരുന്നു? ബൈക്ക് മോഷണ കേസായിരുന്നു. ബൈക്ക് മോഷണം. കേരളത്തിലെ ആദ്യത്തെ കേസ് ഏതായിരുന്നു? കൊണ്ടോട്ടിയിലെ മലപ്പുറത്തെ കൊണ്ടോട്ടിയിലെ അലക്ഷ്യമായി വണ്ടി ഓടിച്ചതിനുള്ള കേസായിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമപ്രകാരം ആദ്യം രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ഒരു ബൈക്ക് മോഷണ കേസാണ്. കേരളത്തിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ അലക്ഷ്യമായി വണ്ടി ഓടിച്ചതിന് ഒരു കേസാണ് ആദ്യമായി പുതിയ ക്രിമിനൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തത്. മൺസൂൺ കാലത്ത് ഗ്ലേഷ്യർ തടാകങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പഠിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മൺസൂൺ കാലത്ത് ഗ്ലേഷ്യർ തടാകങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പഠിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സൈനിക സ്റ്റേഷൻ. ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ. പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സൈനിക സ്റ്റേഷൻ ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ. എന്ത് റോഡാണ്? പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടൊരു റോഡ് നിർമ്മിക്കുന്ന സ്റ്റേഷനാണ് ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ. പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥയുണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് ആരംഭിച്ച പദ്ധതി പാദം പാതുകാപ്പോം. പ്രമേഹം ഗുരുതരാവസ്ഥയിൽ എത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥയുണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് ആരംഭിച്ച പദ്ധതി പാദം പാതുകാപ്പോം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വരുന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25 ഡിസംബർ 25, 2023. ലോകസഭ പാസാക്കിയത് ഡിസംബർ 20 ഡിസംബർ 20, 2023. രാജ്യസഭ പാസാക്കിയത് ഡിസംബർ 21, 2023. ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ് ബില്ല് അവതരിപ്പിച്ചത്. IPC ഇന്ത്യൻ പീനൽ കോഡ് എന്നത് ഭാരതീയ ന്യായ സംഹിതയായി മാറിയിരിക്കുകയാണ്. BNS ആയി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡ്
ഭാരതീയ ന്യായ സംഹിത BNS ആയി മാറിയിരിക്കുകയാണ്. CRPC കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി മാറി. CRPC എന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി മാറി. IEA ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ അധിനിയമമായി മാറി. ഭാരതീയ സാക്ഷ്യാധിനിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നത് ഭാരതീയ സാക്ഷ്യാധിനിയമമായി മാറിയിരിക്കുകയാണ്. ഇത് നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 കൂടിയാണ്. 2024 പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. 2024 പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. 2024 പുരുഷ T20 ലോകകപ്പ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വിന്നേഴ്സ് ഏജ് സോണിൽ ചെയ്തിട്ടുണ്ട്. ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നടൻ ഇടവേള ബാബുവിൻ്റെ ജീവിതകഥ ഇടവേളകളില്ലാതെ ആരാണ് എഴുതിയത്? K സുരേഷാണ് എഴുതിയിട്ടുള്ളത്. നടൻ ഇടവേള ബാബുവിൻ്റെ ജീവിതകഥ ഇടവേളകളില്ലാതെ. SBIയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് CS ഷെട്ടി. SBIയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് CS ഷെട്ടി. സർവകലാശാലകളിൽ വൈസ് ചാൻസലർ എന്നതിനു പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ മധ്യപ്രദേശ്. സർവകലാശാലകളിൽ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ മധ്യപ്രദേശ്. 2024 ജൂണിൽ ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് ഷിംല. 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം കാർത്തുമ്പി കുട നിർമ്മാണം. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം എന്നത്. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ ഒരു സംരംഭമാണ്. 2022 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം. 2024 50ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കമ്പനി സെൻട്രൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഓസ്ട്രേലിയയുടെ ഓപ്റ്റിമസ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ISRO. ഓസ്ട്രേലിയയുടെ ഓപ്റ്റിമസ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ISRO. 2024 5 സൈനികരുടെ മരണത്തിനും സൈനിക ടാങ്കായ T-72 ഒഴുക്കിൽപ്പെടാനും കാരണമായ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ കിഴക്കൻ ലഡാക്കിലെ നദി ഷ്യോക്ക് നദി. 2024 5 സൈനികരുടെ മരണത്തിനും സൈനിക ടാങ്കായ T-72 ഒഴുക്കിൽപ്പെടാനും കാരണമായ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ കിഴക്കൻ ലഡാക്കിലെ നദി ഷ്യോക്ക്. 2024 ആരംഭിച്ച US, ജപ്പാൻ, ദക്ഷിണ കൊറിയ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസം ഫ്രീഡം എഡ്ജ്. 2024 ആരംഭിച്ച US, ജപ്പാൻ, ദക്ഷിണ കൊറിയ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസം ഫ്രീഡം എഡ്ജ്. 2024 കരീബിയൻ ദ്വീപിലും ഗ്രനേഡയിലും വീശിയ ചുഴലിക്കാറ്റ് ബെറിൽ. 2024 കരീബിയൻ ദ്വീപിലും ഗ്രനേഡയിലും വീശിയ ചുഴലിക്കാറ്റ് ബെറിൽ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് IN NYY1. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് IN എന്ന് പറഞ്ഞാൽ ഇന്ത്യ, NYY നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് IN NYY1. ലോകത്തെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് തല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുമായുള്ള ആപ്പ് വികസിപ്പിക്കുന്നത് KMTA കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് തല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുമായുള്ള ആപ്പ് വികസിപ്പിക്കുന്നത് KMTA. പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ഇ-സാക്ഷി.
പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ഇ-സാക്ഷി. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിംഗ് പരിശീലന സ്ഥാപനം സ്ഥാപിതമാകുന്നത്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിംഗ് പരിശീലന സ്ഥാപനം സ്ഥാപിതമാക്കുന്നത് അമരാവതി, മഹാരാഷ്ട്ര. മൈത്രി 2024 വേദി തായ്ലൻഡ്. മൈത്രി 2024 സൈനിക അഭ്യാസമാണ്. മൈത്രി 2024 വേദിയാണ് തായ്ലൻഡ്. ആരാണ് പങ്കെടുക്കുന്നത്? ഇന്ത്യയും തായ്ലൻഡുമാണ് പങ്കെടുക്കുന്നത്. 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി. 2024 വനമഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ വേദി തിരുവനന്തപുരം. 2024 വനമഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദി തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. അയ്യങ്കാളിയായി അഭിനയിക്കുന്നത് മമ്മൂട്ടി. സംവിധായകൻ അരുൺ രാജ്. അയ്യങ്കാളിയായി അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ്. സംവിധായകൻ അരുൺ രാജാണ്. കതിരവൻ. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. 4 ജില്ലകളിൽ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. 4 ജില്ലകൾ മധുര, തൂത്തുക്കുടി, വിരുദുനഗർ, തിരുനെൽവേലി. ബഷീർ സ്മാരകമായ ആകാശ മിഠായി സ്ഥാപിതമായത്. ബഷീർ സ്മാരകമായ ആകാശ മിഠായി സ്ഥാപിതമായത് ബേപ്പൂർ. 2024 ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഹേമന്ത് സോറൻ. 2024 ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഹേമന്ത് സോറൻ. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1. 2024 പ്രവർത്തനം അവസാനിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് കൂ ആപ്പ്. 2024 പ്രവർത്തനം അവസാനിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് കൂ ആപ്പ്. 2024 ജൂലൈയിൽ നടന്ന നൊമാഡിക് എലഫൻറ്റിൻ്റെ വേദി. നൊമാഡിക് എലഫൻ്റ് എന്നാൽ സൈനിക അഭ്യാസമാണ്. ഇന്ത്യയുടെയും മംഗോളിയയുടെയും ഒരു സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലഫൻ്റ്. 2024 ജൂലൈയിൽ നടന്ന നൊമാഡിക് എലിഫൻറ്റിൻ്റെ വേദി മെഘാലയ. ഇന്ത്യയും മംഗോളിയയുമാണ് സംയുക്ത സൈനിക അഭ്യാസവുമാണ് നൊമാഡിക് എലിഫൻ്റ്. 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ. 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി. 100-ലധികം ആളുകളുടെ മരണത്തിന് കാരണമായ മതസമ്മേളനം നടന്ന ഹസ്രാത്ത് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 100-ലധികം ആളുകളുടെ മരണത്തിന് കാരണമായ മതസമ്മേളനം നടന്ന ഹത്രാസ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. ഗ്ലോബൽ പ്രോജക്റ്റ് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്ക് RBI. ഗ്ലോബൽ പ്രോജക്റ്റ് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്ക് RBI. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക്
ISI. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ISI. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ISI. 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് പ്രഗ്യാൻ റോവർ. 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത് പ്രഗ്യാൻ റോവർ. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ അത്ലറ്റിക് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്ര. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ അത്ലറ്റിക് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്ര. IT വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകൾ ലിറ്റിൽ കൈറ്റ്സ്. IT വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകൾ ലിറ്റിൽ കൈറ്റ്സ്. ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ. ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം പകർപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം പകർപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ആദ്യ നഗരസഭ മഞ്ചേരി. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ആദ്യ നഗരസഭ മഞ്ചേരി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പ് സുരക്ഷ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പ് സുരക്ഷ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. എങ്ങനെയുള്ള വാഹനങ്ങളാണ്? രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ. റൊസാരിറ്റ എന്ന നോവൽ രചിച്ചത് അനിത ദേശായി. ബഷീറിൻ്റെ പൂങ്കാവനം എന്ന പുസ്തകം രചിച്ചത് MN കാരശ്ശേരി. HIV തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് ലെനാകാപവിർ വികസിപ്പിച്ചത് ഗിലിയഡ് സയൻസസ് USA. HIV തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് ലെനാകാപവിർ വികസിപ്പിച്ചത് ഗിലിയഡ് സയൻസസ് USA. 2024 ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജൂലൈ 23. 2024 ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജൂലൈ 23. റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക്പത് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം. റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക്പത് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ ടാങ്ക് സോറവാർ. ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ ടാങ്ക് സോറവാർ. ലോക ചോക്ലേറ്റ് ദിനം ജൂലൈ 7. ലോകത്തിലെ പഴക്കമേറിയ കലാസൃഷ്ടി കണ്ടെത്തിയത് ഇന്തോനേഷ്യ. 2024 41,000 വർഷം പഴക്കമുള്ള ഒട്ടകപ്പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് ആന്ധ്രാപ്രദേശ്. 2024 41,000 വർഷം പഴക്കമുള്ള ഒട്ടകപ്പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് ആന്ധ്രാപ്രദേശ്. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം 9497231781.